തൃശൂർ MG റോഡിലെ സർബത്ത് കടയിൽ മോഷണം 1 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഞാൻ രാവിലെ വരുമ്പോൾ ഈ ഡോർ തുറന്നെടുക്കുന്നുണ്ട്, ഷട്ടർ ഇത്ര പകുതിയോളം തുറന്നെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓണർ വന്ന് തുറന്നിട്ട് പോയതാവെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനുള്ളിൽ കിടന്നപ്പോൾ മേശയിലുള്ള സാധനങ്ങളൊക്കെ മേശയിൽ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചത് ഓണർ വന്ന് പോയതാവും, രാവിലെ വരാറുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് ചില ദിവസം വരാറുണ്ട്, അങ്ങനെയാവെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആളെ വിളിച്ചില്ല, ആൾ വന്ന് പോയതാവുമല്ലോ എന്ന് വിചാരിച്ചു. ചില ദിവസം ഞാൻ ഷട്ടർ ഇങ്ങനെ ലോക്ക് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിക്ക വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് വെച്ചപ്പോൾ അല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും തുറന്നിട്ടുള്ള ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇക്ക വന്ന് തുറന്ന് നോക്കിയപ്പോൾ ആ മേശ പൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊക്കെ ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. ക്യാഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ടാബ് കുറേ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊന്നും പോയിട്ടില്ല. ക്യാഷ് എടുക്കാനായിട്ട് വന്ന പോലെയാണ് അത് എടുത്തു പോയത്. MS ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, 1 ലക്ഷം രൂപ ഈ സർബത്ത് കടയിൽ ഇവർ സൂക്ഷിച്ചതായിരുന്നു. അങ്ങനെ സർബത്ത് കടയിൽ നിന്നൊക്കെ 1 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന വലിയ തുകയും കൂടിയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് ഇയാളാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണ് മോഷ്ടാവെന്ന് തോന്നുന്നു അല്ലേ? ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങളുണ്ടോ പ്രതിയെ പറ്റി? എപ്പോഴാണ് മോഷണം നടന്നത്? അതായത് കഴിഞ്ഞ ദിവസം ഈ സാധാരണഗതിയിൽ ഈ സർബത്ത് കട രാത്രി 11 മണി 12 മണി വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മാടക്കത്ര സബ് സ്റ്റേഷനിൽ പൊട്ടിത്തെറി ഉണ്ടായതിനെ തുടർന്ന് തൃശൂർ നഗരത്തിലാകമാനം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു ദിവസമാണ് ഏകദേശം 11:30യോടുകൂടി ഈ മോഷ്ടാവ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ കടയ്ക്കുള്ളിൽ വെച്ചിരുന്ന ഒരു പണം എന്ന് പറയുന്നത് ഇത് ഈ കടയുടമ ലോൺ അടയ്ക്കാനായി വെച്ചിരുന്ന പണം, വായ്പ ലഭിച്ച പണം അത് തിരികെ അടയ്ക്കുന്നതിന് വേണ്ടി വെച്ചതായിരുന്നു. ആ പണം കടയ്ക്കുള്ളിലെ രാവിലെ തന്നെ കൊടുക്കേണ്ടതിനാൽ തന്നെ കടയ്ക്കുള്ളിലെ ഒരു ഷെൽഫിലാണ് വെച്ചിരുന്നത്. മോഷ്ടാവ് നേരെ ഈ കടയുടെ ഉള്ളിലേക്ക് കടക്കുകയും ഷട്ടർ ഉയർത്തി നേരെ ഈ കടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും കൃത്യമായ പണം വെച്ചിരുന്ന അതേ സ്ഥലത്ത് ചെല്ലുകയും ആ പണം മാത്രം എടുത്ത് മടങ്ങുകയുമാണ് ചെയ്തത്. ദൃശ്യങ്ങളിലൊരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനായ വ്യക്തി തന്നെയാണ് ഉള്ളത്. ഇയാളുടെ മുഖം കൃത്യമായി തന്നെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കടയ്ക്ക് ഉള്ളിലും CCTV ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കടയുടെ ശരി ലിഷോയ്, സമയക്കുറവുള്ളതുകൊണ്ട് ഇടപെടുകയാണ്.